നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ബിഹൈൻഡ് ആയുർവേദ കോളേജ്, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് കാഴ്ചശക്തിയെ പറ്റിയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിശക്തിയെ പറ്റിയാണ്. അപ്പോൾ ഈ കേൾവിശക്തിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ വർത്തമാനം പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കേട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. നമ്മൾ കേൾവി എന്ന് പറയുമ്പോഴത്തേക്ക് കാഴ്ചശക്തി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കേൾവി. കേട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം എവിടെന്നെങ്കിലും ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് ദിക്കാണെന്ന് പോലും നമുക്കറിയാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയത്തില്ല. നമുക്കതുപോലെ ഈ കേൾവി കുറവുള്ളവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേൾവിക്ക് കൊടുക്കുന്നത് ഞരമ്പിൻ്റെ പേരാണ് ഓഡിറ്ററി നെർവ് എന്ന് പറയും. ഈ ഓഡിറ്ററി നെർവ് ജന്മനാ തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഈ ഞരമ്പിനെ ഏതെങ്കിലും രീതിയിൽ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾവിശക്തി ഉണ്ടാവും. കേൾവി കുറയാൻ പല കാരണങ്ങളുണ്ട്. ജന്മനാ തന്നെ വരുന്നുണ്ട്. അതായത് ഡെഫ് ആൻഡ് ഡം എന്ന് പറയും, ഊമ. അപ്പോൾ ഊമയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഊമയായിട്ട് തന്നെ മരിക്കാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ദർ ഈസ് നോ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ 85% ഊമകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിൻ്റെ പേരാണ് അക്യുപഞ്ചർ. അപ്പോൾ ഒരു ചൈനീസിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വെൻ ദ അയൺ ട്രീ ബേസ്റ്റ് ഇൻ ദ ഫ്ലവർ ദെൻ ദ മ്യൂട്ട്സ് ബിക്കം ഹിയർ ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് മരം പൂക്കുന്ന കാലത്ത് മാത്രമേ ഊമക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും. എന്നിട്ട് അവരതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? It is easily possible to put a needle in the yamen point, they can hear and talk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാമൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് വോയിസ് എന്നാണ്. ആ ഒരു നീഡിൽ ഇതിൻ്റെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റാണത്. ഈ അക്യുപഞ്ചർ നീഡിൽ ആ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഊമകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും. 85% ഊമകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും. അപ്പോൾ അതിന് ഏജ് ലിമിറ്റേ ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ ചില ആളുകൾ ഈ നേർച്ചയൊക്കെ നേർന്ന് പോകുമല്ലോ, പള്ളിയിലോ ക്ഷേത്രത്തിലോ ഒക്കെ 101 വഴിപാട് ചെയ്യാമെന്ന് പറയും. 101 വഴിപാട്. അപ്പോൾ ഈ സൗണ്ടിൻ്റെ സിമുലേഷൻ കൊണ്ട് ആ ചെവി പിന്നെ ഓഡിറ്ററി നെർവ് പ്രവർത്തിക്കും. അപ്പോൾ പിന്നെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ഊമകൾക്ക് ഈ ഇടിവെട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടല്ലേ ഇടിവെട്ടുന്നതിന്, ഭയങ്കര സിമുലേഷനാണ്. ആ ഇടിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാൻ പറ്റും. കേട്ട് കഴിഞ്ഞാൽ അവർ വർത്തമാനം പറയും. അതിന് പകരമായിട്ട് ഈ അക്യുപഞ്ചർ നീഡിൽസ് ഈ യാമൻ പോയിന്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ അതിന് സ്റ്റിമുലേഷൻ കിട്ടും, ഉത്തേജനം കിട്ടും. ആ ഉത്തേജനം കിട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കാനും പറ്റും, വർത്തമാനം പറയാനും പറ്റും. പക്ഷേ നമ്മൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും ഈ ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു 100 പേഷ്യൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ കുറേ പേഷ്യൻസിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ചിലതിന് ആഴ്ചകളോളം മാസങ്ങളോളം ഇയേഴ്സ് വരെയും വേണ്ടി വരും. എന്ന് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും എന്തെങ്കിലും അവർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രയോജനം കൊണ്ട് അവർക്ക് കേൾക്കാൻ പറ്റും. അത് പ്രായം ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതാണ് കേൾവിശക്തി. അപ്പോൾ ഇതേപോലെ തന്നെ സ്മെല്ല്, ചില ആൾക്ക് സ്മെല്ലില്ലെങ്കിൽ തന്നെയും നമുക്കതിന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതിന് പകരം ഈ സ്മെല്ല് വരുന്നതിനും അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതും ആ സ്മെല്ല് വരുന്ന ഓൾഫാക്ടറി എന്ന് പറയും, ആ ഞരമ്പിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ സ്മെല്ല്, അതുപോലെ ടേസ്റ്റിനും അതുപോലെ തന്നെ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു അക്യുപഞ്ചർ ഡോക്ടർ, എക്സ്പീരിയൻസ് ആയിട്ട് ഡോക്ടറെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടും. എൻ്റെ സെൻറ്ററിൽ ഒരുപാട് ആൾ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കേൾവിയും വന്നിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ചൈനീസ് തന്നെ അവരുടെ കോമണായിട്ട് അവർ കൊടുക്കുന്നതാണ് അവിടെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. ബൈപ്പാസ് സർജറിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് കീമോതെറാപ്പി ആൻഡ് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി. അപ്പോൾ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവ് ഒക്കെ ആയിരുന്നു. പിന്നെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായൺ, നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ,
അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.